നമസ്കാരം, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 3 ബട്ടൺസ് എങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. 3 ബട്ടൺസ് എന്ന് പറഞ്ഞാൽ ഒന്ന് 2 ഹോൾസ് ഉള്ള ബട്ടണാണ്, പിന്നെ ഒന്ന് ഒരു ഫാബ്രിക് ബട്ടണാണ്. ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയെടുത്ത ബട്ടണാണ്. ഷെല്ല് മേടിച്ചിട്ട് ഇതിന് ബാക്കിൽ 2 ഹോൾസ് ഉണ്ട്. പിന്നെ ഒരു ഷർട്ട് ബട്ടൺസിന് 4 ഹോൾസ് ഉണ്ടാവും. ഈ ബട്ടൺ ഫിക്സിങ് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് അലൈൻമെൻറ്റോടുകൂടി നമുക്ക് എങ്ങനെ ബട്ടൺസ് ഫിക്സ് ചെയ്യാം, എങ്ങനെ നല്ല ഉറപ്പോടുകൂടി ബട്ടൺസ് നമുക്ക് എങ്ങനെ വെക്കാം, ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത് എൻ്റെ ഒരു നെക്ക് ലൈൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു നെക്ക് ലൈൻ ആണെങ്കിൽ ഒരു സ്കെയിലും പെൻസിലും എടുക്കുക. അതിന് പെർപെൻഡിക്കുലറായിട്ട് സ്കെയിൽ വെച്ചിട്ട് നല്ല ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഇതിപ്പോൾ ഒരു ചുരിദാറിൻ്റെ ഫ്രണ്ടിലായിരിക്കാം, നെക്ക് ലൈനിലായിരിക്കാം, അതായത് ചെസ്റ്റ് പോർഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ വെക്കാനായിരിക്കാം. ഇപ്പോൾ ഒരു 6-7 ബട്ടൺ വെക്കാനുണ്ടെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു മെത്തേഡ്. സ്കെയിലും പെൻസിലും എടുത്ത് ഒരു വര വരയ്ക്കാം. അതിനുശേഷം സൂചി നൂലും എടുക്കുക. സൂചി നൂലും കട്ട പിടിക്കാതെ എങ്ങനെ കോർക്കാമെന്നുള്ളത് ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണുക. ഇന്നിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ആങ്കർ ത്രെഡാണ്. ആങ്കർ ത്രെഡ് വേണമെന്നില്ല, സാധാരണ സൂചി നൂലും മതി. ഇതിപ്പോൾ വീഡിയോയിൽ കുറച്ചും കൂടി എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആങ്കർ ത്രെഡ് യൂസ് ചെയ്തേക്കുന്നത്. സാധാരണ നൂല് മതിയാവും. ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യണത് ഷർട്ടിൻ്റെ ബട്ടൺസാണ്. ഷർട്ട് ബട്ടൺസ് എന്ന് പറയുന്നത് 4 ഹോൾസ് ഉണ്ടാവും. ഇതിൽ 4 ഹോൾസ് ഉണ്ടാവും. ഈ 4 ഹോൾസിൻ്റെ മിഡിലിൽ കൂടെ വേണം നമ്മുടെ ഈ ലൈൻ പോവാനായിട്ട്. ഇതാണ് എൻ്റെ ലൈൻ. നമ്മുടെ തുണിയിലൊന്നും, നല്ല ഡ്രസ്സിലും ഫ്രോക്കിലും ഒന്നും പോയിട്ട് ഇത്രയും കറപ്പിച്ച് വരയ്ക്കരുത്. ടൈലേഴ്സ് ചോക്കോ മാർക്കർ ചോക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ച് വേണം വരയ്ക്കാനായിട്ട്. അതായത് നമുക്ക് റബ്ബ് ചെയ്ത് കളയാൻ പറ്റണം. അപ്പോൾ ഞാൻ ഈ ബട്ടൺ ഇങ്ങനെ ഇവിടെ വെക്കുകയാണ്. ഈ 4 ഹോളിൻ്റെ മിഡിലിൽ കൂടി ആയിരിക്കും, അതായത് 2 ഹോള് റൈറ്റ് സൈഡിൽ, 2 ഹോള് ലെഫ്റ്റ് സൈഡിൽ, അങ്ങനെയായിരിക്കും നമ്മുടെ ബട്ടൺ ഇരിക്കേണ്ടത്. അങ്ങനെ ഇനി ഞാൻ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ഹോളിൽ കൂടെ ഇത് ഒരു നൂല് കയറ്റി, ഇനി ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോളിൽ കൂടെ വേണം കയറ്റാനായിട്ട്. ഇനി ബാക്കിൽ കൂടെ തന്നെ അടുത്ത ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ഹോളിലേക്ക് കയറ്റാം. അതിന് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോളിൽ കൂടെ ഇറക്കുക. ഇങ്ങനെ ഇപ്പോൾ സാധാരണ ഒരു നൂലാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു 5-6 തവണ കയറ്റും ഇറക്കുകയും ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ നോട്ട് ഇടുകയാണ്. നോട്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കയറ്റി ഇറക്കുക. അപ്പോൾ നമുക്കൊരു ചെറിയ ലൂപ്പ് കിട്ടും. അപ്പോൾ ഈ ഉണ്ടാകുന്ന ലൂപ്പ് ഉണ്ടല്ലോ, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ സൂചി ഒന്ന് കയറ്റുക. അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നോട്ടായിട്ട് അവിടെ കിടക്കും. ഇനി അത് അഴിഞ്ഞു പോരുകയൊന്നുമില്ല. നമ്മുടെ മറ്റേ സാധാരണ കനയില്ലാത്ത നൂലാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് ഈ ബാക്കിലൊക്കെ ഇങ്ങനെ കിടക്കും. ഇതൊക്കെ ആവശ്യമില്ലാത്ത നൂലുകളാണ് ഇത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു ആപ്പിൾ ഷേപ്പിലുള്ള ഫാൻസി ബട്ടണാണ്. അത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അത് ഫിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആകെ 2 ഹോളേ ഉള്ളൂ. അപ്പോൾ ആ 2 ഹോളിന് മിഡിലായിരിക്കണം നമ്മുടെ ലൈൻ വരേണ്ടത്. അപ്പോൾ സൂചി നൂലും എടുക്കുക. റൈറ്റിൽ ആകെയുള്ള ഒരു ഹോളുള്ളൂ, ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുക, ഇറക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ബട്ടൺസ് നമ്മൾ ഫിക്സ് ചെയ്ത ബട്ടൺസും സെക്കൻഡ് ഫിക്സ് ചെയ്ത ബട്ടൺസും ഈ നൂല് വെച്ച് കണക്റ്റഡ് ആണ്. 2 തവണ ഞാൻ കയറ്റി ഇറക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ഈ റെഡിമെയ്ഡ് മേടിക്കുന്ന കുർത്തയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒത്തിരി ബട്ടൺസ് ഉണ്ടാവും ഫ്രണ്ടിൽ. അപ്പോൾ ആ ഡ്രസ്സ് മേടിച്ച ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഇനി ബാക്കിലൊരു നോട്ട് കൊടുക്കുക. അതിനകത്ത് തന്നെ ഞാൻ കയറ്റി ഇറക്കുകയാണ്. കേട്ടോ, നീറ്റായിട്ട് വന്നു. പ്രശ്നം തന്നെ, വെരി നീറ്റ്. ഒരു ചെറിയ നോട്ട് അവിടെ വീണു. ഇനി ബട്ടൺ അനങ്ങൂല. ഇനി അടുത്ത ബട്ടൺസ് എന്ന് പറയുന്നത് ഫാബ്രിക് ബട്ടണാണ്.
അതിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഹോള് നമ്മുടെ ഈ വരയിൽ വരണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നോക്കുക, അപ്പോൾ ഞാൻ നൂല് ഇതിലേക്ക് കയറ്റി ഞാൻ എൻ്റെ ഫാബ്രിക് ബട്ടൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാണ്, ഈ 2 ഹോളിൽ കൂടെ കയറ്റാണ്. എന്നിട്ട് എൻ്റെ വെച്ച് നോക്കി, എന്നിട്ട് ഈ വരയുണ്ടല്ലോ, ഈ വരയിൽ തന്നെ വീണ്ടും ഇറക്കുകയാണ് പുറകിലോട്ട്. എപ്പോഴും ഈ വരച്ചിരിക്കുന്ന വര നമ്മുടെ ബട്ടൺ ഒരു ബേസ് ലൈനായിട്ട് നമ്മൾ കണക്കാക്കണം. അങ്ങനെ കയറ്റി ഇറക്കുകയും ചെയ്യുക. നോക്കൂ, ഇത് ഈ 3 ബട്ടൺ കറക്റ്റായിട്ട് വന്നിട്ടില്ലേ? ഇനി ബാക്കിൽ നമുക്ക് വീണ്ടും ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ബട്ടൺ ഫിക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബട്ടൺസും ഒരു നൂല് വെച്ച് കണക്റ്റഡ് ആണ്. ഇനി ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ്? ഒരു ബേസ് ലൈൻ ഉണ്ട്. ആ ബേസ് ലൈനിൽ കൂടിയാണ് നമ്മൾ അതിനെ ഒരു ബേസ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ബട്ടൺസും കണക്ട് ചെയ്യണത്. ഈ 3 ബട്ടൺസും വളരെ പെർഫെക്റ്റ് അലൈൻമെൻറ്റോട് കൂടിയാണ് ഇരിക്കുന്നത്. ഇങ്ങനത്തെ ഈ ഫാബ്രിക് ബട്ടൺ ഒരു 5 എണ്ണം താഴോട്ട് വെക്കാനുണ്ടെങ്കിൽ കറക്റ്റ് അലൈൻമെൻ്റ് ആണെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ലുക്കായിരിക്കും അതിന് ഉണ്ടാവുക. പെർഫെക്റ്റായിട്ട് നമുക്കിനി ബട്ടൺസ് ഫിക്സ് ചെയ്യാം. അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ തുണിയൊക്കെ വാഷ് ചെയ്താലും വാഷിംഗ് മെഷീനിലിട്ടാലും ഒന്നും ബട്ടൺസ് ഇളകി പോരുമൊന്നുമില്ല. അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.